السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 അധ്യായങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്. 6666 ആയത്തുകളും 77,439 പദങ്ങളും 3,21,280 അക്ഷരങ്ങളും അടങ്ങിയതാണ് വിശുദ്ധ ഖുർആൻ. ഈ കാര്യം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത്. ക്ലാസിൻ്റെ അവസാനത്തിൽ നാം പറഞ്ഞു, ഫാത്തിഹ ഓതുന്നതിൻ്റെ മുൻപായി പിശാചിൽ നിന്ന് കാവൽ തേടണം. ഫാത്തിഹ എന്ന് മാത്രമല്ല, ഖുർആൻ എപ്പോൾ എവിടെ നിന്ന് പാരായണം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ അഊദ് ഓതണം, ഇസ്തിആദത്ത് വേണം, കാവൽ തേട്ടം, അള്ളാഹുവിലുള്ള അഭയം തേട്ടം അനിവാര്യമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ ഒരു ലളിതമായ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ ഒരു വിശദമായ ചർച്ചയിലേക്കാണ് ഞാൻ ഇന്ന് കടക്കുന്നത്. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു എന്നൊക്കെയാണ് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. ആദ എന്ന പദത്തിൽ നിന്നാണ് അഊദു എന്ന പദത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ആദ എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിനാണ് ആദ എന്ന് അറബികൾ ഉപയോഗിക്കാറ്. ആദ, ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക, അതാണ് ആദ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. ആ ആദ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട പദമാണ് അഊദു. അറബികൾ ലാദ എന്ന് ഉപയോഗിക്കാറുണ്ട്. ലാദ എന്നാൽ ഉപകാരത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിന് ലാദ എന്ന് ഉപയോഗിക്കുമ്പോൾ, ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിന്, അഭയം ചോദിക്കുന്നതിന് ആദ എന്ന പദമാണ് അറബികൾ ഉപയോഗിക്കാറ്. അപ്പൊ അഊദു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇവിടെ രക്ഷ ചോദിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥമെങ്കിലും അഊദു ബില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്നെ നീ രക്ഷിക്കണമേ, എന്നെ നീ കാക്കേണമേ, അടിയോടിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ അഊദു ബില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോ അഊദു ബില്ലാഹ് എന്ന പ്രാർത്ഥനയുടെ അഊദു ബില്ലാഹ് എന്ന വാചകത്തിന്റെ ളിംനിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എന്നെ നീ പിശാചിന്റെ ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന അർത്ഥം ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പദത്തിനുണ്ട്. മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഷെയ്ത്വാൻ എന്ന വാക്ക് ശതന എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ട വാക്കാണ്. ശതന എന്ന് പറഞ്ഞാൽ വിദൂരമായി, അകന്നുപോയി എന്നൊക്കെയാണ് ശതന എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഷെയ്ത്വാൻ. വളരെ കൂടുതൽ അകന്നു പോയവൻ. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് വളരെ കൂടുതൽ അകന്നുപോയ പിശാച്, ആ പിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. കാരണം ഷെയ്ത്വാൻ എന്നത് ഫൈആൽ വസ്ന് മുബാലഗത്തിന്റെ മേൽ അറിയിക്കുമെന്ന് ഗ്രാമറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അറബി ഗ്രാമറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈആൽ എന്ന് പറഞ്ഞാൽ ഫൈആൽ വസ്നാകുമ്പോൾ ഷെയ്ത്വാൻ വളരെ കൂടുതൽ അകന്നവൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വളരെ കൂടുതൽ അകന്നവൻ എന്ന അർത്ഥം ഷെയ്ത്വാൻ എന്നുള്ള പദത്തിന് കിട്ടും. എന്തിൽ നിന്നാണ് പിശാച് അകന്നു പോയിട്ടുള്ളത്? എന്തിൽ നിന്നാണ് പിശാചിനെ ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നവൻ, യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നവൻ, സത്യത്തിൽ നിന്ന് അകന്നവൻ, നന്മയിൽ നിന്ന് അകന്നവൻ, ഖൈറുകളിൽ നിന്ന് അകന്നവൻ, ബറക്കത്തുകളിൽ നിന്ന് അകന്നവൻ, ഇങ്ങനെ എല്ലാവിധത്തിലുമുള്ള നന്മകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടവൻ. അങ്ങനെ അകന്നുപോയ പിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഇന്ന അലൈക്കൽ ലഅനത ഇലാ യൗമിദ്ദീൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കാണാം, വഇന്ന അലൈക്കൽ ലഅനത, തീർച്ചയായിട്ടും നിന്റെ മേലിൽ ശാപമുണ്ട്, ഇലാ യൗമിദ്ദീൻ, പ്രതിഫല നാൾ വരെ നിന്റെ മേൽ ശാപമുണ്ട്, അഥവാ നിന്റെ മേലിൽ ശാപമുണ്ടായിരിക്കട്ടെ എന്ന് പിശാചിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. ശാപം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നുള്ള അകറ്റൽ, അതിൽ നിന്നുള്ള അകന്നുപോക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന്, സത്യത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, ഖൈറുകളിൽ നിന്ന്, ബറക്കത്തുകളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ അകന്നു പോയവനാണ് ഷെയ്ത്വാൻ. ഇതാണ് ഷെയ്ത്വാൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. ഭാഷാർത്ഥം അകന്നവൻ, വിദൂരമായവൻ എന്നാണ് ഷെയ്ത്വാന്റെ അർത്ഥം. എന്തിൽ നിന്നെല്ലാം വിദൂരമായി? ഈ പറഞ്ഞ സർവകാര്യങ്ങളിൽ നിന്നും വിദൂരമായവനാണ്. അവനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. എന്താണ് അർറജീം എന്ന പദത്തിന്റെ അർത്ഥം? എറിയപ്പെട്ടവൻ, ആട്ടിയോടിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് റജീം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. റജീം എന്ന് പറഞ്ഞാൽ മർജൂം എന്ന മാനക്കാണ്, എന്ന അർത്ഥത്തിനാണ്.
എറിയപ്പെട്ടവൻ. റജമ എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് റജീം. റജമ എന്നതിൻ്റെ അർത്ഥം എറിഞ്ഞു. അപ്പൊ എറിയപ്പെട്ടവൻ എന്നാണ് റജീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തിൽ നിന്നാണ് എറിയപ്പെട്ട് പോയത്? അല്ലാഹുവിൻ്റെ ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ നിന്ന് എറിഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്, പിശാച് ലഅനത്തുല്ലാഹി അലൈഹി. അവന് ഉന്നതങ്ങളായ ആകാശലോകത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് അവൻ പ്രവേശിക്കാൻ ശ്രമം നടത്തിയാൽ അവനെ തീക്കൊള്ളി കൊണ്ട് അവനെ മലക്കുകൾ എറിഞ്ഞ് ആട്ടിയോടിക്കുന്നതാണ്. ഇക്കാര്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തബാറക്കയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ. വലഖദ് സയ്യന്ന, തീർച്ചയായിട്ടും നാം ഭംഗിയാക്കിയിരിക്കുന്നു, അസ്സമാഅ അദ്ദുനിയ, ഒന്നാം ആകാശത്തെ നാം ഭംഗിയാക്കിയിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു, ബിമസാബിഹ, നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് ഒന്നാനാകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. വജഅൽനാഹാ, ആ വിളക്കുകളെ, നക്ഷത്രങ്ങളെ നാം ആക്കി, റുജൂമൻ ലിശ്ശയാത്തീനി, ശൈത്താന്മാരെ ആ മിസ്ബാഹുകളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട് എറിഞ്ഞോടിക്കപ്പെട്ടതുമാക്കി. ചെകുത്താന്മാരെ അവ കൊണ്ട് എറിഞ്ഞോടിക്കണമെന്നും നാം നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായ? വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ, ഒന്നാനാകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു, ബിമസാബിഹ, നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട്. വജഅൽനാഹാ, നാം ആക്കിയിരിക്കുന്നു ആ നക്ഷത്രങ്ങളെ, ആ വിളക്കുകളാകുന്ന നക്ഷത്രങ്ങളെ നാം ആക്കി, റുജൂമൻ, എറിയപ്പെടുന്നതാക്കി. ആരെറിയാൻ? ലിശ്ശയാത്തീനി, പിശാചുക്കളെ. വഅഅ്തദ്നാ, നാം തയ്യാർ ചെയ്തിരിക്കുന്നു, ലഹും, ആ പിശാചുക്കൾക്ക്, ശൈത്വാന്മാർക്ക് നാം തയ്യാർ ചെയ്തിരിക്കുന്നു, അദാബസ് സഈർ, നരകശിക്ഷ അവർക്കായി നാം ഒരുക്കി വച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോ ഈ റജീം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്, ആട്ടിയോടിക്കപ്പെട്ടത്. അപ്പൊ ആകാശത്തിൽ നിന്ന്, മലക്കുകളുടെ സദസ്സിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനാണ് പിശാച്. അക്കാര്യമാണ് വിശുദ്ധ ഖുർആനിലെ തബാറക്കയിലെ വലഖദ് സയ്യന്ന അസ്സമാഅ എന്ന് പറഞ്ഞ ആയത്തിൽ നമുക്ക് ഉത്ബോധനം തരുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരർത്ഥം, ആട്ടിയോടിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ എന്നാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഫഖ്റുജ് മിൻഹാ, സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോകുക, ഫഇന്നക, തീർച്ചയായിട്ടും നീയേ, റജീമുൻ, നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, ആട്ടിയോടിക്കപ്പെട്ടവൻ എന്ന് റജീമിന് ഉദ്ദേശമുണ്ട്. അതുപോലെ സുഖലോക സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ
എന്നും റജീമിന്റെ ഉദ്ദേശമുണ്ട്. രണ്ടും തഫ്സീറിന്റെ പണ്ഡിതന്മാർ ഈ രണ്ട് ഉദ്ദേശങ്ങളും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ ഒരു ലളിതമായിരിക്കുന്ന വിശകലനമാണ് നാം ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ കേട്ടത്, നാം ഈ പറഞ്ഞത് എല്ലാം അവന്റെ മീസാനിൽ ഒരു ഹസനത്തായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഈ പറഞ്ഞ വിജ്ഞാനങ്ങളുടെ സർവ പ്രതിഫലവും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അർവാഹികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇനി അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ മുൻപായിട്ട് നമുക്ക് പറയാം. അഥവാ ഇസ്തിആദത്തിന്റെ മറ്റൊരു പദമാണ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ അഊദു ബില്ലാഹി എന്നതിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ വിവരിച്ചല്ലോ. എന്നതുപോലെ മിനശ് ശൈത്വാനിർ റജീം, ശൈത്വാനിന്റെ അർത്ഥം എന്താണെന്നും റജീമിന്റെ അർത്ഥം എന്താണെന്നും ഞാൻ വിവരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിലുള്ള പുതിയൊരു പദം അസ്സമീഉൽ അലീം. അസ്സമീഉ സർവവും കേൾക്കുന്നവൻ, സർവവും കേൾക്കുന്നവനായ അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. അൽ അലീം എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ഈ രൂപത്തിലും ഇസ്തിആദത്തിന്റെ പദം വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ പദമാണ് ആദ്യം പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദത്തിന്റെ പദവും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പദമാണ്. സൂറത്തുൽ അറാഫിൽ കാണാം വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഉദ് ബില്ലാഹ് വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഉദ് ബില്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ശൈത്താൻ, പിശാച് നിന്നെ പ്രലോഭിപ്പിക്കുന്നുവെങ്കിൽ, നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, നസ്ഉൻ വല്ല പ്രലോഭങ്ങളും, പിശാച് നിന്നെ വല്ല കാര്യങ്ങളും നിന്റെ ഹൃദയത്തിൽ ഉദിപ്പിക്കുന്നുവെങ്കിൽ ഫസ്തഉദ് ബില്ലാഹ് അല്ലാഹുവിനോട് നീ കാവൽ തേടുക. ഇന്നഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഉൻ അലീം അവൻ കേൾക്കുന്നവനും സർവവും അറിയുന്നവനാണ്. കണ്ടോ, ഈ ആയത്തിൽ ഫസ്തഉദ് ബില്ലാഹി ഇന്നഹു സമീഉൻ അലീം എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് നമുക്ക് ഉപകരിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.